ലേഡി ബോംബ് സ്റ്റാർ അല്ലെങ്കിൽ ഒളിച്ചോട്ടം സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന അനശ്വര രാജന്റെ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഈ കൊച്ചിനെ എന്തുകൊണ്ട് ലേഡി ബോംബ് സ്റ്റാർ എന്ന് വിളിക്കുന്നു വെച്ചാൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൊച്ച്. ദാറ്റ് ടു ഫ്രം ദ വെരി റെപ്യൂട്ടഡ് ധ്യാൻ ശ്രീനിവാസൻ യൂണിവേഴ്സിറ്റി. ആഴ്ചയ്ക്ക് കുറെ പടക്കങ്ങൾ ഇപ്പൊ ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആൻഡ് ആളിപ്പോ നമ്മുടെ ധ്യാനാണ് വെച്ചപ്പോ നന്നായി ഇപ്പൊ ഈ കൊച്ച് സ്വന്തം യൂണിവേഴ്സിറ്റി തുടങ്ങാൻ വേണ്ടി നോക്കുകയാണ്. ഈ ലേഡി ബോംബ് സ്റ്റാർ എന്നുള്ള ടാഗ് ലൈനിന് വേണ്ടി വൻ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ഒന്ന് നമ്മുടെ കീർത്തി സുരേഷും മറ്റൊന്ന് നമ്മുടെ അനശ്വര രാജനും തമ്മിൽ. സോ എനിക്ക് ഇഫ് ഐ ആം ഗിവൺ എ ചാൻസ് ടു വോട്ട്, ഞാൻ കീർത്തി സുരേഷിനെ വോട്ട് ചെയ്തു. കാരണം ക്രിഞ്ച് ഫെസ്റ്റ്, കോമാളിത്തരം, കോപ്രായത്തരത്തിൽ കീർത്തി സുരേഷിനെ വെല്ലാനൊന്നും അനശ്വര രാജൻ ആയിട്ടില്ല. പിന്നെ നമ്മുടെ ഒളിച്ചോട്ടം സ്റ്റാർ, അത് ഈ ഒരു 5-6 പടങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഒന്നെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി ഒളിച്ചോടും, അല്ലെങ്കിൽ വന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒളിച്ചോടും. ഇപ്പൊ വന്നിട്ട് കെട്ടാൻ പോയതിനെ തപ്പിയിട്ട് വരുന്ന ഒളിച്ചോട്ടം. എനിക്കൊന്ന് എന്നും നിന്റെ പുണ്യാളെന്ന അങ്ങനെ ഏതൊരു അർജുന അശോകിന്റെ ഒരു പടത്തിലും ഇതേ സിമിലർ സാധനം തന്നെയാണ് തോന്നുന്നു. സോ അതുകൊണ്ടാണ് ആളെ അങ്ങനെ വിളിക്കുന്നത്. സോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലറിനെ പറ്റി പറയണം വെച്ചാൽ ഇതില് അനശ്വര രാജനെ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒളിച്ചോട്ടമാണ് പറഞ്ഞപ്പോ ആ കൊച്ച് കൺവിൻസ്ഡ് ആയിണ്ടാവും. എങ്ങനെ ഇന്ദ്രിയത്തിനെ കൺവിൻസ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ആളുടെ അടുത്ത് ആളൊരു വണ്ടിപ്രാന്തനായിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഫ്രം ദ ഫസ്റ്റ് ടു ദ ലാസ്റ്റ് ഒരു BMW ഓടിച്ചോണ്ടേ ഇരുന്നോ. അത് കേട്ടപ്പോ അണ്ണൻ ചിലപ്പോൾ ചാർജ് ആയിണ്ടാവും. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ക്രിഞ്ച് ഫെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അനശ്വര രാജന്റെ ക്രിഞ്ച് ഫെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പടം. സോ ഈ സിനിമ തുടങ്ങേണ്ട ഒരു സീരിയൽ പോലെയാണ്. നമ്മുടെ അനശ്വര രാജന്റെ കല്യാണം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് മുടങ്ങണു. പിന്നെ ആ ചെക്കനെ തപ്പിയിട്ട് കൊച്ചു വരികയാണ്, ഇന്ദ്രിയത്തെ സഹായിക്കുന്നു. പിന്നെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഇവര് ട്രാവൽ ചെയ്യണം. ആ 15 കിലോമീറ്റർ എനിക്ക് തോന്നുന്നു ഇവര് 50 ദിവസം കൊടുത്തിട്ടാണ് എത്തിയത്. വേറെ എന്തെങ്കിലും വേണമല്ലോ, അല്ലെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ സീരിയൽ വേഗം തീരുമല്ലോ. അതുകൊണ്ട് എന്തോന്നിത്, ഈ കൊച്ചിന് വിശക്കണു പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, വൊമിറ്റ് ചെയ്യാൻ വരുന്നു പറയുമ്പോൾ ഇവൻ അനശ്വര വൊമിറ്റ് ചെയ്യുന്നു, കൂടെ ഇന്ദ്രിയത്ത് വൊമിറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ ഒരു പോലീസ് മാമൻ വരുന്നു. പിന്നെ വന്താ സുട്ടാ പോണ റിപ്പീറ്റ് പോലെ വീണ്ടും ഈ സാധനങ്ങൾ. സോ ആദ്യം വന്നിട്ട് എനിക്ക് തോന്നിയത് ഇതെന്താ വല്ല ഹോട്ടലിന്റെ അഡ്വർടൈസ്മെന്റ് ആണോ എന്ന്. 2-3 ഹോട്ടലിൽ കയറിയിട്ട് എല്ലാം നല്ല ഫുഡാണ് വേണ്ടിട്ട് നല്ല വൃത്തിക്കുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാർ ഇവരൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല. പോത്തീസിന്റെ പ്രൊമോഷൻ വരെ ഈ സിനിമയിൽ അവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ആദ്യം വൊമിറ്റിംഗ് ആയിരുന്നല്ലോ, അപ്പൊ ഫുഡ് പോയിസൺ ആയിട്ട് ബാത്റൂമിൽ പോകുന്ന സീനുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഏതൊരു കടയിൽ കയറി ഭക്ഷണം കഴിക്കുന്ന സീനുണ്ട്. പോത്തീസിന്റെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ആ പോലീസ് മാമൻ വീണ്ടും വരുന്നുണ്ട്. ആൻഡ് അനശ്വരയുടെ പെർഫോമൻസ് ക്രിഞ്ച് ഫെസ്റ്റ്. ആൻഡ് ഇടയ്ക്ക് കുറെ കോപ്രായത്തരൊക്കെ ഉണ്ട്, വെറുക്കും. ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 50 മിനിറ്റ് ഒക്കെ ഉള്ളൂ സിനിമ. പക്ഷെ ഒരു 5-6 ദിവസം കഴിഞ്ഞ ഒരു എഫക്റ്റ് ആണ്. ഇന്ദ്രിയത്തൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ കോമാളിത്തരം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. സോ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്തില്ല, പാട്ട് ഷെയർ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ചെയ്താണോ അതോ ശരിക്കും ചെയ്താണോ എന്നൊന്നും അറിയില്ല. ഇന്നത്തെ കാലത്ത് പ്രൊമോഷന് വേണ്ടി ആൾക്കാർ ഏത് എക്സ്ട്രീം വരെ പോകാൻ റെഡിയാണ്. സോ മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. ചിലവർക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും സിനിമ കാണാതെ 1990-ലൊക്കെ കണ്ടു നിൽക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ വർക്കാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരൊറ്റ എണ്ണം മര്യാദയ്ക്ക് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ആൻഡ് ടുവേർഡ്സ് എൻഡ് ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ടവർ കണ്ടു നോക്കാം. സോ പ്ലീസ് ട്രൈ.